തിയേറ്റർ മൊത്തം കിളിപോയത് അന്തരിച്ചു എന്ന് തോന്നുന്നു എന്നുള്ള ഡയലോഗാ. ആ ഡയലോഗ്, ആ റൈറ്റിംഗ് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ എങ്ങനെയാ അപ്രോച്ച് അദ്ദേഹത്തിന്റെ ചെയ്തത്? ക്യാരക്ടർ ആക്ച്വലി ഇതിൽ നമുക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കാരണം ഭരതനാട്യത്തിൽ നന്ദു ചേട്ടൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ പല ക്യാരക്ടേഴ്സിനും പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഉം. ഇപ്പോൾ സ്വാതിയുടെ ക്യാരക്ടർ എടുത്ത് നോക്കിയാലും ജോലി പോയിട്ട് ഭാര്യ വീട്ടിൽ വന്ന് നിൽക്കുന്നു. ഇപ്പോൾ അവൻ്റെ ഭാര്യ ശ്രുതിയുടെ ക്യാരക്ടർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കുട്ടികളില്ല എന്നുള്ള ഉം. എൻ്റെ പ്രശ്നങ്ങൾ അവനുണ്ട്. ഇപ്പോൾ ചേച്ചിയാണെങ്കിലും സൈജോൻ്റെ ക്യാരക്ടർ ആണെങ്കിലൊക്കെ ഈ അച്ഛൻ്റെ പ്രശ്നങ്ങൾ സ്വന്തം വീട്ടിൽ ഈ പ്രശ്നം നടന്നു ഉം. എന്നുള്ളതിൻ്റെ ഉം. പ്രശ്നങ്ങൾ ഉം. അവർക്ക് മൊത്തം. ഉം. പുള്ളി മാത്രമാണ് അളിയൻ. പുള്ളിക്ക് മാത്രം യാതൊരു ഉം. പ്രശ്നമില്ല. ഉം. ഇവരുടെ പ്രശ്നങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പുള്ളി ആക്ച്വലി സേഫ് സോണിലായിരുന്നു അതെ, ഭരതനാട്യത്തിലുണ്ടായിരുന്നത്. അതെ. ഇയാൾക്കിട്ട് പണി കൊടുക്കുക എന്നുള്ളതായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. കാരണം അന്ന് സേഫായിട്ട് പോയി. ഇപ്പോൾ പുള്ളി വളരെ ഹാപ്പി ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ആ. ഏയ് ഒരാഴ്ചയ്ക്ക് ലൈഫിൽ റിലാക്സേഷനൊക്കെ വേണ്ടേ എന്നും പറഞ്ഞിട്ടാണ് പുള്ളി വരുന്നത് അതെ, തന്നെ. അതെ, അതെ, അതെ. പുള്ളിക്ക് പക്ഷേ ഇത് തീരെ മറ്റവർക്ക് മറ്റേ പ്രശ്നങ്ങളൊക്കെ എങ്കിലും ഡീൽ ചെയ്ത് ഒരു പരിചയമുണ്ട്. ശീലമുണ്ടെന്നായിരിക്കും. ഈ പുള്ളിക്ക് വന്ന് പെട്ടും പോയി കൊല്ലും ചെയ്തു. ഇതിനിപ്പോൾ എങ്ങനെ തിരിച്ച് പോവാ ആ ക്യാരക്ടറിൽ വർക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ നന്ദുചേട്ടൻ മനസ്സിൽ കണ്ട് എഴുതാൻ ഭയങ്കര രസമാണ്. ആ. പുള്ളിനെ മനസ്സിൽ കാണാൻ ഭയങ്കര രസം നമുക്ക്. അതുകൊണ്ട് കൂടിയാണ് കുറച്ച് കൂടുതൽ വന്നത് ആ സൈഡിലോട്ട്. ഈ കലാരഞ്ജനി ചേച്ചിയിൽ ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ട്. അതായത് അവര് ഫസ്റ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുമ്പോൾ തന്നെ തിയേറ്റർ ഫുൾ ചിരിക്കുകയാണ്. അതിനുശേഷം ഇന്റർവെല്ലിന് ശേഷം ആളുകൾ കാത്തിരിക്കുക അവരുടെ ആ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്, ആ സ്മോക്കിംഗ് അത് കേൾക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് നന്ദു ചേട്ടന്റെ ശബ്ദം കലാരഞ്ജനി ചേച്ചിയുടെ ശബ്ദം പോലെ ആവുന്ന ഒരു മൊമെന്റ് ഒക്കെ തിയേറ്ററിൽ എറപ്ഷനാണ്. ആളുകൾ കൈയടിച്ച് മരിക്കുകയാണ്. കലാരഞ്ജനി എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൽ ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ട്. ഇത് ഇതെങ്ങനെ ടാപ്പൻ ചെയ്തു? ഇതെങ്ങനെ മനസ്സിലാക്കി? അല്ല കല ചേച്ചിക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുള്ളത് തന്നെയാണ്. ചേച്ചി ചെറിയ വേഷങ്ങളാണ് ഇപ്പോൾ അടുത്ത ആ. കാലത്ത് അതെ, ചെയ്തിട്ടുണ്ട് അതെ, അതെ. ആ. എന്നുള്ളതുകൊണ്ടാണ്. ഏത് ഫാമിലിയിൽ നിന്നാണ് വരുന്നതെന്നുള്ളത് നോക്കിയാൽ തന്നെ അവിടെ യെസ്, സെറ്റാണ് ആ യെസ്, യെസ്. പരിപാടി. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം കല ചേച്ചിയുടെ വോയിസിനോടും പിന്നെ മൈന്യൂട്ട് കാര്യങ്ങളുണ്ട്. അത് ഇപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ OTT ഇതിലൊക്കെ എത്തുമ്പോൾ മനസ്സിലാവും. വളരെ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ ഡയലോഗ് പറയുന്നത് സൈജുവേട്ടനും അഭിചേട്ടനൊക്കെ ആയിരിക്കും. ആ സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ പുള്ളിക്കാരി അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ അതെ, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതെ, അതെ, അതെ. അത് അത് ഭരതനാട്യത്തിൽ ചെയ്ത് ഒപ്പം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് ചില്ലറ കാര്യമല്ല. അവരുടെ ഒരു ബ്രില്യൻസ് ഉണ്ട്. ഇപ്പൊ സുരാജ് രണ്ടാമത് ഇവരുടെ വീട്ടിലേക്ക് കയറി വരുന്ന ഒരു സീക്വൻസിനകത്ത് സുരാജ് ചേട്ടനെ ഇവരെ കാണാൻ പാടില്ല. ആ, പക്ഷെ അതെ. ശരിക്കും ലിറ്ററലി സുരാജ് ചേട്ടൻ അവരെ കാണുന്നില്ല. അവരുടെ മുമ്പിൽ കൂടെ പാസ് ചെയ്ത് സൈഡിലൂടെ പോയിട്ട് പാസ് ചെയ്ത് അങ്ങനെ അവർ ഡീൽ ചെയ്യുന്നത്. ആ ആ, ആ ആക്സിസ് അങ്ങനെയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അതൊരു ഭയങ്കര മെച്ചൂർഡ് ആർട്ടിസ്റ്റ് ചെയ്ത പോലെ. എന്നാൽ നമുക്ക് ചിരി വരുന്നുണ്ട്. അതെ, അതെ. ഇത്രേ കാണുള്ളൂ അവർ, എന്നിട്ടും നമുക്ക് ചിരി വരുന്നെന്ന് പറയണത് ഒരു ഭയങ്കര. ഭയങ്കര അസാധ്യ എനിക്ക് തോന്നുന്നു ഇപ്പോഴും എത്തിച്ചിട്ടില്ല ആൾക്കാര് പുള്ളിക്കാരിക്ക് തന്നെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അസാധ്യ ആർട്ടിസ്റ്റ് പറഞ്ഞാൽ അസാധ്യ ആർട്ടിസ്റ്റാണ്. ഭയങ്കര കാരണം ഇപ്പം നമ്മൾ സ്ക്രീനിൽ കാണുന്ന പല പരിപാടികളും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള. ആ. പക്ഷേ ഈ ചെയ്തു വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ഡോസ് കേറിയിട്ടാണ് വരുന്നത്. കലചേച്ചിയുടെ പെർഫോമൻസിന് ഗുണം അതുകൊണ്ട് ഭയങ്കര ഇതാ നമുക്ക് ഭയങ്കര കിക്കാ അവരെ കൊണ്ടൊക്കെ പെർഫോമൻസ് ചെയ്യിപ്പിക്കുക. ഇത് എന്താ ചെയ്യാൻ പോണേന്നുള്ള കാണാനുള്ള ഈ ഇതുണ്ടല്ലോ. ദേവിയുടെ കയ്യിൽ നാളികേരം വെക്കാം എന്നുള്ള ഐഡിയ ആരുടെ ആയിരുന്നു? എവിടെ ഫോട്ടോയിലോ? ആ, ഫോട്ടോയില്. അല്ല നമ്മുടെ ഭരതനാട്യം എന്ന് പറയുന്നത് മൊത്തത്തിലൊരു തേങ്ങ, കൊപ്ര ഇതിനിടയിൽ ആ. ആ. വന്നിട്ടുള്ളതാണല്ലോ. ആ. ആ. അതുകൊണ്ട് നമ്മളത് ഇവിടെ യൂസ് ചെയ്തു എന്നുള്ളൂ. ഓ, അത് ഓ, വിട്ടു ഓ. പോരണ്ട, നമുക്കൊരു കണക്ഷൻ വിട്ടു പോരണ്ട എന്നുള്ളത് കൊണ്ട് നമ്മളത് ഇങ്ങോട്ടേക്ക് തേങ്ങാമുറി കയ്യിൽ വെച്ചു എന്നുള്ളൂ. അത്രേ ഉള്ളൂ. ബേബി ജിന്റെ ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ അതിൽ ആ റോളിലേക്ക് കാസ്റ്റ് ചെയ്തത്, അത് ആ ചോയ്സ് എവിടുന്നാ വന്നത്? ആ ചോയ്സ് നമുക്ക് അത് യങ്സ്റ്റേഴ്സിന് അപ്പീലിംഗ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് ആയിരിക്കണം എന്നുള്ളത് ഉണ്ടായിരുന്നു നമുക്ക്. ഉം, ഉം, ആഹ് ഉം. സംഗീതമായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ഓപ്ഷൻ. ഓ, സംഗീത് പ്രതാപ്. ഓ, ഓ, സംഗീത് ഓ. പ്രതാപ് ഇന്നും ആയതായിരുന്നു. ആ. പക്ഷെ ആ ടൈമില് ബത്ലഹേമാണെന്ന് തോന്നുന്നുണ്ട്. ഐ മീൻ ഡേറ്റ് ക്ലാഷ് ഒരുമിച്ച് വന്നപ്പോൾ അവൻ ആദ്യം അത് കമ്മിറ്റ് ചെയ്തിരുന്നു എന്നുള്ളതുകൊണ്ട് അവനത് ഭയങ്കര വിഷമത്തിലായിരുന്നു പുള്ളി. ഇപ്പോഴും സംഗീത് ഇതിൻ്റെ കണ്ടന്റ്സ് ഒക്കെ ഷെയർ ചെയ്യുന്നത് ആ ഒരു വിഷമം അവൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ആ ഓക്കെ, സ്ക്രിപ്റ്റൊക്കെ ഓക്കെ, വായിച്ച് ഓക്കെ, ഓക്കെ. ഇന്നായതായിരുന്നു. ആ. പിന്നെ ആ ക്ലാഷ് വന്നപ്പോഴായിരുന്നു സംഗീത് പ്രതാപ് മാറിയത്. അപ്പോൾ പിന്നെ ഇവിടെ ഈ സീരിയസ് സ്വഭാവ നോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ അതെ, ക്യാരക്ടറിന്. അതെ. സംഗീതനുണ്ടല്ലോ അങ്ങനെ ഒരു കണ്ണ്. ആ. ആ. ആ, ആ. അപ്പോ അപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ അപ്പോഴും നമുക്കപ്പോൾ യങ്സ്റ്റേഴ്സിനെ പിടിക്കുന്ന അപ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ അങ്ങനെ ആലോചന പോയി. പിന്നെ ഒന്ന് ബേബിനെ മനസ്സിൽ വന്നത്. ബേബി ഇപ്പോൾ ജിംഖാനയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഉം, കൂട്ടത്തിലൊരാളാണ്. സ്റ്റിൽ എന്നാലും ബേബി വന്നാലും ഉം. കാരണം നമ്മുടെ വേൾഡിൽ അവനെന്ത് ജോലി എന്നുള്ളത് ആൾക്കാര് ചിന്തിക്കും. അതെ, അതെ, ഇവനെന്തിനാ അതെ. ആ പടത്തില് കാരണം ഒരു ബന്ധമില്ലാത്തതാണ്. ഉം, ഉം, ബേബി ഉം. ജീൻ്റെ ഒരു പ്രൊഫൈൽ എന്താണെന്നുള്ളത് അറിയാം. നമ്മുടെ പടം എന്താണെന്നുള്ളത് അറിയാം. അപ്പോൾ അതിലൊരു ക്യൂരിയോസിറ്റി വർക്ക് ചെയ്യാൻ പറ്റുന്നതാണല്ലോ എന്നുള്ളതുകൊണ്ടായിരുന്നു ബേബിയുടെ അടുത്ത് പോയതും ഉം, ബേബിയുടെ അടുത്ത് കഥ ഉം, ഉം, പറഞ്ഞതും. ഉം. എനിക്ക് തോന്നിയത് ആക്ച്വലി നമ്മൾ പ്രൊഡക്ഷനിൽ സംസാരിച്ച് പോയി പറയുന്നു എന്ന് മാത്രം. പക്ഷേ എനിക്കൊരു 50-50 ആയിരുന്നു. കാരണം അവൻ പിടിക്കാൻ കാരണം ഉം. അവൻ്റെ പ്രൊഫൈൽ അവൻ കീപ്പ് ചെയ്ത് പോകുന്നത് വേറൊരു തരത്തിലാണ്. അതെ, 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 അതെ. അപ്പൊ വളരെ അവിടെ സ്റ്റൈലിഷ് അതെ. ഒരു ആയതുകൊണ്ടാണ്. ഇന്റർനാഷണൽ പരിപാടി ആ. പിടിച്ചിട്ടാണ് പോകുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം പറ്റമുടിയൊക്കെ വെട്ടി
അപ്പോ നമ്മള് മുണ്ടും എടുത്തിട്ട് സുഭാഷ് ബാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഞാൻ ബിൽഡ് ചെയ്ത് കൊടുന്ന് മുഴുവൻ കൊളാക്കും എന്ന് വിചാരിച്ച് വിടുന്ന വിചാരിച്ചത്. സ്റ്റിൽ നമുക്ക് പോയി പറയണല്ലോ. പക്ഷേ ഈ എന്താ പറയാ ഇന്റർവെല്ലൊക്കെ തൊട്ട് മുമ്പൊക്കെ വന്നിട്ടേ മറ്റേ സുല്ല് എന്നൊക്കെ പറയുന്നിടത്ത് പെട്ടെന്ന് നമുക്കറിയാതെ കായ് ഓർമ്മ വരും. ആ ബേസ് അതുപോലെ അതെ ഉണ്ടല്ലോ അതെ അതെ. ശബ്ദത്തിന്. അപ്പൊ അങ്ങനെ ബേബിയോട് പോയി കഥ പറഞ്ഞു. ബേബി ശരീരത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? അദ്ദേഹത്തിന് കുറച്ച് എന്താ പറയാ കുറച്ച് തടിയൊക്കെ ഉള്ള പോലെ ഫീൽ ചെയ്യുന്നത്. ഭയങ്കര ഫിറ്റ് ആയിട്ടുള്ള ഒരു ബേബിനെ നമ്മൾ കണ്ടിട്ടുള്ള. കണ്ടിട്ടില്ല. ഇതിൽ കുറച്ച് നാട്ടുമ്പുറത്തുകാരനെ, പക്ക നാട്ടുമ്പുറത്ത്. അതെ അതെ അതെ. നമ്മളായിട്ടൊന്നും അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ആ. അവരായിട്ടത് ചെയ്തു വന്നിട്ടുണ്ടെങ്കിലായി എന്നുള്ളതേ ഉള്ളൂ. കാരണം നമ്മളായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഓൾറെഡി ഉള്ള ബേബീനെ അങ്ങനെ കിട്ടിയാലും നമുക്ക് ഓക്കെ ആയിരുന്നു. ഓ. പക്ഷെ അവന് ഇപ്പൊ നാട്ടുമ്പുറം പരിപാടി കിട്ടി എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലോറിങ് ഉം. ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ മനസ്സിൽ മുടി പഴയ പോലെ തന്നെ ആക്കാൻ പറ്റ മുടി തന്നെ ആ. പിടിക്കാം എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷെ ആശാൻ മുടിയൊക്കെ സെറ്റ് ചെയ്ത് വന്ന് ഇങ്ങനെ ആവാം, എന്തായാലും ഇങ്ങനെയൊക്കെ വല്ലപ്പോഴേ കിട്ടുള്ളൂ എന്നുള്ള പുള്ളി അപ്പൊ ഈ ഒരു ഏരിയ അങ്ങ് ഒരു 10-35 ദിവസം ഇങ്ങനെ അഴിഞ്ഞാടം കിട്ടുന്നതാ. എന്തായാലും അവനായിട്ടത് സെറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവൻ കീപ്പ് ചെയ്ത് കൊണ്ടുവന്ന് വേറെയാണെന്നുള്ളതുകൊണ്ട്. അപ്പം അതുകൊണ്ട് മുടിയൊക്കെ വളർത്തി ലുക്ക് മീശയൊക്കെ ചെറിയ പൊടി മീശയൊക്കെ വെച്ച് മറ്റേ കള്ളിമുണ്ടും ബനിയനൊക്കെ ഇട്ട് അവിടെ അങ്ങനെ ചുറ്റി നടക്കണ്ടായിരുന്നു. പിന്നെ ഈ പടത്തിൽ ഒരു പോയിന്റ് എത്തുമ്പോഴേ, അതായത് പ്രത്യേകിച്ച് ഒരു വില്ലൻ ഇല്ലാത്തൊരവസ്ഥയൊക്കെ വരുന്നുണ്ടല്ലോ. അതായത് പ്രത്യേകിച്ച് ഒരു ആന്റഗോണിസ്റ്റ് ഇല്ല. ഇവര് അതായത് സിനിമ മൊത്തം ഒന്നിലേക്ക് അങ്ങ് ചുരുങ്ങാണ്, ഒരു മോട്ടീവിലേക്ക് ചുരുങ്ങാണ്. അവിടെ 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 നിന്ന് അങ്ങോട്ടേക്ക് ഇത് പോകാൻ ഒരു റൈറ്റിംഗ് ബ്ലോക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, ആക്ച്വലി ഞങ്ങൾ മുൻപുണ്ടായിരുന്ന ഡ്രാഫ്റ്റിനെ സേവ് ചെയ്തത് ഇങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. ഓ. കാരണം അതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അതൊരു യൂഷ്വൽ പരിപാടി പോലെ പോകുമായിരുന്നല്ലോ ഉം. എന്നുള്ള സംഭവത്തിൽ നിന്ന് പിന്നെ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വരാമെന്ന് കരുതിയിട്ടാണ് നമുക്ക് ഇപ്പുറത്തോട്ടേക്ക് ഉം. നമുക്കുണ്ടായിരുന്ന ആന്റഗോണിസ്റ്റിനെയും പിടിച്ചിട്ട് അതെ അതെ ഈ അതെ. സൈഡിലോട്ടേക്ക് കൊണ്ടുവന്നതും പിന്നെ എന്ത് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുമല്ലോ. ആ, ആ, അല്ലെങ്കിൽ ആ. ഒരു ചിലപ്പോൾ യൂഷ്വൽ ഹീറോ സൈഡും വില്ലൻ പരിപാടി മാത്രമായിട്ട് പോയാലോ. ഉം, 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 അപ്പൊ ഉം. അതങ്ങനെ നമ്മള് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ആക്ച്വലി. മോഹിനിയാട്ടത്തിന് എത്ര ഡ്രാഫ്റ്റുകൾ എഴുതി? ഒരു പിടിയില് ലോഡ് എഴുതിയിട്ടുണ്ട്. 25ന് മുകളില്? അല്ല, എണ്ണിയിട്ടില്ല ആക്ച്വലി. ആ. കാരണം അങ്ങനെ നോക്കിയപ്പോ ഡ്രാഫ്റ്റിൽ തിരുത്തലുകൾ മാറ്റി വരുത്തലാണുള്ളത്. എത്ര വേർഷൻ? പലതിനും നമ്മൾ പേര് ഐ മീൻ നമ്പർ എന്നുള്ള മറന്നുപോയി. ഇതിപ്പോ എത്രയാണ് കിടക്കണത്? ഇതിപ്പോ 6th ഡ്രാഫ്റ്റ് എന്നും പറഞ്ഞിട്ട് കുറെ എഴുതി പോയിട്ടുണ്ട്, എഡിറ്റ് ചെയ്യാൻ മാറിയിട്ട്. അപ്പൊ 10ൽ കൂടുതൽ എഴുതിയില്ല എന്തായാലും. ഉറപ്പായിട്ടും അത് ഡെഫിനറ്റ് എഴുതിയിട്ടുണ്ട്. പക്ഷെ എത്രയിലാണ് ഇത് വന്ന് നിന്നേന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. അത് പലതിലും എണ്ണം തെറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. കാരണം നമ്മളിത് എഴുതും, ഞാനും വിഷ്ണു കൂടിയിട്ടാണ് ആ, ഇരിക്കാറുള്ളത്. വിഷ്ണു ആ. പ്രദീപ് ഉണ്ട്. അപ്പോൾ നമ്മളുണ്ട്, നമ്മുടെ ടീമായിട്ട് ഡിസ്കസ് ചെയ്യും. അതിന് പ്രൊഡക്ഷൻ തോമസ് ചേട്ടനും സൈജുവായിട്ട് പോകും. സൈജുവായിട്ടിൻ്റെ ടീം ഉണ്ടാവും അവിടെ. അവിടെ പോയി പറയും അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത ഡ്രാഫ്റ്റ് ഇതിങ്ങനെ. പിന്നെ മിഥുൻ ചേട്ടൻ 2 തവണ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട്. ഉം. അപ്പോൾ ആദ്യത്തെ വട്ടമായിരുന്നു ഈ ഒരു സജഷൻ പറയുന്നത്. മറ്റേ ഒരു അധിക ജോണർ. ആ ഒരു എക്സ്ട്രാ ഇരിക്കുന്ന ഒരു ജോണർ മാറ്റി പിടിച്ചാൽ സേഫ് ആയിരിക്കും എന്നുള്ള സാധനം പറഞ്ഞു. അപ്പോൾ അത് മാറ്റി പിന്നെ കൊണ്ട് വായിച്ചപ്പോൾ പുള്ളിക്ക് അത് ഓക്കെ ആയി. അപ്പം അങ്ങനെ പല പല ഓക്കെകൾ എടുത്തെടുത്തിട്ടാണ് നമ്മൾ ഇതിലോട്ട് വന്ന് എത്തിയിട്ടുള്ളത്. ഈ ജഗദീഷ് ചേട്ടനെ അത്രയും കുറവ് സീനുകളിലേക്ക് കൊണ്ടുവരാം, അദ്ദേഹം അതിന് ഓക്കെ പറയും, എന്തായിരുന്നു കോൺഫിഡൻസ്? അല്ല, ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തൊക്കെ ഇവര് മൊത്തത്തില് അട്ടം നോക്കി നിൽക്കുന്ന സമയത്ത് പുള്ളിയെ ഹീറോ, അവിടെ പോയി പാട്ട് പുള്ളിക്കുള്ളത്. അതെ പുള്ളിക്കാണൊരു പഞ്ച് ഡയലോഗും ഒരു സോങ്ങും മൊത്തമുള്ള. പുള്ളി ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു 1 ചിരി അത് ഡെഫിനറ്റ്ലി അത് അടിക്കുന്ന കാര്യം ഉറപ്പായിരുന്നു. ആ ഒരു റെഫറൻസ് ഡയലോഗ് പറഞ്ഞിട്ടില്ല വേറെ പടത്തിലെ. അപ്പൊ അങ്ങനെ പുള്ളിക്ക് നല്ല ക്ലോഷറും കിട്ടുന്ന കാര്യം ഉറപ്പായിരുന്നു. അപ്പൊ അതുകൊണ്ട് പുള്ളിയുടെ ഫോണിൽ വിളിച്ചിട്ടാ സംസാരിച്ചിരുന്നത്. പുള്ളി ഇന്നാവുമായിരുന്നു. ഇറച്ചുവെട്ടുകാരനാണെന്നൊക്കെ പറഞ്ഞപ്പോ ഓക്കെ ആയിരുന്നു. ഓക്കെയാണ് ഓക്കെയാണ്. ഓ, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. പുള്ളി നല്ല സജഷൻസും തരും. ആ. അതായത് ഇപ്പൊ നമ്മള് കാരവാനിൽ പോയിട്ട് സീൻ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് പുള്ളിയുടെ റോൾ മാത്രം അങ്ങനെ നോക്കാറില്ല. ആ. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞാൽ അപ്പോൾ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സീൻ എങ്ങനെയാണ് എന്ന് ചോദിക്കും. അപ്പോൾ ചേട്ടാ അവിടെ അങ്ങനെ സീൻ, അപ്പൊ ഇവിടെ ഇങ്ങനെ പറയാം. അപ്പൊ മൊത്തം ടോട്ടാലിറ്റി നോക്കിയിട്ടാ പുള്ളി സജഷൻ തരും. ചിലര് ഞാനിങ്ങനെ പറഞ്ഞാൽ നന്നാവില്ലേ, ഞാനപ്പോ ഞാൻ എന്നുള്ളൊരു സാധനം പലർക്കും ഉണ്ടാവാറുണ്ട്. ജഗദീശന്റെ കാര്യം പറയല്ലോ, ഓപ്പോസിറ്റ് ആളുടെ കാര്യവും പറയുന്നുണ്ടാവും. പുള്ളി ടോട്ടാലിറ്റി നോക്കിയിട്ട് സജഷൻസ് ഒക്കെ തരും. അത് ഭയങ്കര രസമുള്ള പരിപാടിയായിട്ട് തോന്നി. ഈ അപ്പൊ അദ്ദേഹം ഈ സിനിമയുടെ അകത്ത് ഇന്നായതിനു ശേഷം ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന കെമിസ്ട്രി, ഇപ്പൊ കലരഞ്ജിൽ ചെക്കിയുടെ സൂപ്പർ മാർക്കറ്റിലെ സീനൊക്കെ തിയേറ്ററിൽ ഭയങ്കര ചിരിയായിരുന്നു. അപ്പം അങ്ങനത്തെ മൊമെന്റ്സ് ഒക്കെ അവര് വന്നിട്ട് ഇംപ്രൂവൈസ് ചെയ്തതാണോ അതോ അതൊക്കെ സ്ക്രിപ്റ്റിലുണ്ട്? എല്ലാം സ്ക്രിപ്റ്റിലുണ്ട്. സ്ക്രിപ്റ്റിലുണ്ടല്ലോ. ഓക്കെ 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 ഓക്കെ. ഈ VM വിനു സ്റ്റോറി വേൾഡിനോട് എന്താണ് ഇത്ര ഇഷ്ടം, എന്താണ് അതിനോട് ഇത്ര താല്പര്യം? അയ്യോ, അങ്ങനെ ആയിപ്പോയതാ. ഞാൻ എന്റെ VM വിനു സാറിന്റെ സ്റ്റോറി വേൾഡിലോട്ട് കയറാൻ നോക്കുന്നത്. ഇത് അദ്ദേഹം കണ്ടാൽ പോലും കുറെ ഇരുന്ന് ചിരിക്കും, സീരിയസ്ലി. അതായത് ഇപ്പൊ ആദ്യത്തെ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇഷ്ടമായിട്ട് എഴുതുന്ന സമയത്ത് കേട്ടാ, ഞാൻ പുള്ളിയെ ടാർഗറ്റ് ചെയ്യണമെന്ന് ഇവൻ എന്നെ വിറ്റ് ജീവിക്കാൻ വർക്കാണോ വിചാരിക്കും. ഞാനത് ആലോചിച്ചിരുന്നത് വള്ളി വരുമോ എന്നുള്ളത്. അങ്ങനെ പുള്ളിയെ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ.